ഹലോ ഗൈസ്, എല്ലാവർക്കും ലവ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കർണാടക സ്റ്റൈൽ ചിത്രാന്നയുടെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആദ്യം നമുക്കിതിന് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, കരിയാപ്പില ഇത്രയും എടുത്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കടലയിടാം. കടലയിട്ട് കടലേനെ വറുത്തെടുക്കാം. അത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ തന്നെ ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ അച്ചാനൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനതിനെ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾക്കിടാം. അതിട്ട് നന്നായിട്ടത് നല്ലവണ്ണം വറുത്ത് കഴിയുമ്പോൾ അതിനെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളീനെ നല്ലോണം വഴറ്റാം. നല്ലോണം ഉള്ളീനെ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് പച്ചമുളകും കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും കരിയാപ്പിലയും ഇട്ട് അതും നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അത് രണ്ടും വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയാണ്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കാം. ഇളക്കി തക്കാളി നല്ലോണം വഴലുന്നൊരു വരെ നമുക്ക് ഇതിന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി നല്ലോണം വഴന്നതിന് ശേഷം ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചോറിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചോറ് ആക്കി വെച്ച പച്ചരി ചോറ് ഇതിലോട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ മാറ്റി വെച്ചിരുന്ന കടലയും കൂടി ഇതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കതിനെ സെർവ് ചെയ്യാം.